വിശുദ്ധ ഇസ്ലാം അതിൻ്റെ ഫോളോവേഴ്സായ മുസ്ലിമീങ്ങൾക്ക് ഒരു ആണിനൊരു പെണ്ണിനെയും ഒരു പെണ്ണിനൊരു ആണിനെയും അപ്രോച്ച് ചെയ്യാനുള്ള ഡോറായിട്ട് കാണിച്ചു തന്നത് നിക്കാഹാണ്. ആ നിക്കാഹ് രണ്ട് കുടുംബവും അറിഞ്ഞ് രണ്ട് മാതാപിതാക്കളുടെയും സപ്പോർട്ടോടുകൂടെ അന്വേഷണത്തോടുകൂടെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കല്യാണം കഴിക്കുന്ന ആണും പെണ്ണും കണ്ട് മനസ്സിലാക്കി അവർ പറ്റി ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പിതാവ് നമ്മുടെ കൈ പിടിച്ച് എൻ്റെ മകൾ ഇന്നവളെ ഈ സ്വർണ്ണാഭരണം മഹർ സ്വീകരിച്ച് താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ നമുക്ക് ഏൽപ്പിക്കണം. അങ്ങനെയാണ് ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാനുള്ള അവസരം അള്ളാഹു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണോ നമുക്ക് ഏറ്റവും നല്ലൊരു ഹാപ്പിനെസ് ലൈഫ്? അതല്ല ഈ 10ാം ക്ലാസ്സിൽ നിന്ന് 11ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിൽ നിന്ന് നമുക്കൊരു കുട്ടിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് ഇഷ്ടപ്പെട്ട് അവളോട് നമ്മൾ പ്രപ്പോസൽ ചെയ്ത് അതിന് നമ്മൾ അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപയോഗപ്പെടുത്തി അവളെ നിർബന്ധിച്ച് തള്ളിയിട്ട് അങ്ങനെ അവൾക്കിഷ്ടമാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സകല കാര്യങ്ങളും ഹറാമായി ചെയ്ത് പിന്നെ നമ്മൾ വിവാഹത്തിന്റെ പ്രായമാകുമ്പോൾ അവളെ കല്യാണം കഴിച്ച് പിന്നെ അവളുടെ കൂടെ ഒരു ജീവിതം. അതാണ് കൂടുതൽ ഹാപ്പിനെസ്, അതാണ് കൂടുതൽ നമുക്ക് ഗുണകരം, അതല്ലേ ഏറ്റവും നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് ആ അർത്ഥത്തിൽ സംസാരിക്കാൻ പറ്റാത്ത, ആ അർത്ഥത്തിൽ നോക്കാൻ പറ്റാത്ത, ചാറ്റ് ചെയ്യാൻ പറ്റാത്ത, മെസ്സേജ് അയക്കാൻ പറ്റാത്ത, വീഡിയോ കോളിന് പറ്റാത്ത, ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റാത്ത, ഒരുമിച്ച് സല്ലപിച്ച് ഇരിക്കാൻ പറ്റാത്ത എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഹറാമാണ്.